സമീപകാലത്ത് നമ്മൾ ഏറ്റവും അധികം ഭീഷണി നേരിടുന്നത് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളിൽ നിന്നാണ്. വലിയ അധ്വാനമൊന്നും കൂടാതെ തന്നെ മണിക്കൂറുകൾ കൊണ്ട് കോടികളാണ് സൈബർ മാഫിയകൾ തട്ടിയെടുക്കുന്നത്. പോലീസും ബാങ്ക് അധികൃതരുമൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകാറുണ്ടെങ്കിലും തട്ടിപ്പിന് ഇരകളാകുന്നവരുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. രാജ്യത്ത് തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് ഏറ്റവും അധികം തുക തട്ടിയെടുത്ത കേസും കേരളത്തിലാണെന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. കൊച്ചി സ്വദേശിയായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയിൽ നിന്ന് ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ 25 കോടി രൂപയാണ് തട്ടിയെടുത്തത്. കേരളത്തിൽ പലയിടത്തും ഓഫീസുള്ള കൊച്ചി സ്വദേശിയായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയ്ക്കാണ് ഓൺലൈൻ ഇടപാട് വഴി 25 കോടി രൂപ നഷ്ടമായത്. രാജ്യത്ത് തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് ഏറ്റവും വലിയ തുക തട്ടിയെടുത്ത കേസാണിതെന്നാണ് വിവരം. വ്യാജ ട്രേഡിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിച്ച് 4 മാസം കൊണ്ടാണ് പണം തട്ടിയെടുത്തത്. വർഷങ്ങളായി ട്രേഡിംഗ് നടത്തി പരിചയമുള്ളയാളാണ് പരാതിക്കാരൻ. 2 വർഷം മുൻപാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആദ്യം നിക്ഷേപിച്ച തുകയ്ക്ക് ഇരട്ടി ലാഭം കാണിച്ചുകൊണ്ട് തട്ടിപ്പുകാർ വിശ്വാസം നേടി. പിന്നീട് പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വ്യാജ ആപ്പാണെന്ന് തിരിച്ചറിയുന്നത്. കഴിഞ്ഞ 1 മാസമായി പണം പിൻവലിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഓരോ കാരണം പറഞ്ഞ് തീയതി നീട്ടി നൽകിയതോടെ സംശയം വർദ്ധിച്ചു. ഒടുവിൽ തട്ടിപ്പ് ബോധ്യമായതോടെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. തുടർന്നാണ് സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. വിദേശിയാണ് ഈ ട്രേഡിംഗ് ആപ്പ് നിയന്ത്രിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പണം ഏതെങ്കിലും അക്കൗണ്ടിൽ എത്തുന്നത് തടയാനുള്ള നടപടികൾ ആരംഭിച്ചതായി സൈബർ പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.